ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിൻ്റെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നെത്തോലിയാണ്, ചൂരയും സ്രാവും നീലത്തിമിംഗലവും വൻ മത്സ്യങ്ങളുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഒരു നെത്തോലിയുടെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. തടിയൊന്നുമില്ലല്ലോ, ഒരു ഗുണ്ടയുടെ ലുക്കൊന്നുമില്ലല്ലോ, ഒരു സാധാ ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹം വളരെ ലളിതമായി തൈര് സാദവും പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന വളരെ സാത്വികനായ ഒരു പോറ്റിയാണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്ത് തെമ്മാടിത്തരമൊക്കെ കാണിച്ചത്. എന്തായാലും അദ്ദേഹം വളരെ മാന്യനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറിയ മീനാണ്, വലിയ മീനുകൾ ഇനി ഒരുപാടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു ഇടത്തരം മീനുകളെ ഇപ്പോൾ SIT ചോദ്യം ചെയ്തു. അതിലൊരു നല്ല ഒരു മീനാണ് അനന്തസുബ്രഹ്മണ്യം. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള അനന്തസുബ്രഹ്മണ്യം നല്ലൊരു ഇടത്തരം മീനാണ്. അതിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. നാഗേഷിനെ, ഹൈദരാബാദിലെ ഇതിൻ്റെ സ്വർണ്ണക്കട സ്ഥാപനം നടത്തുന്നതിൻ്റെ ഉടമയായ നാഗേഷിനെ ആണ് ഇവർ ഇത് കൈമാറി. അപ്പോൾ നാഗേഷിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു രമേഷ്, അദ്ദേഹത്തിൻ്റെ കർണാടക സ്വദേശിയായ ആ രമേഷിന് ഇത് കൊടുത്തു. അപ്പോൾ ഇതൊരു നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു, നാടകം 1, രംഗം 1, റീൽ 1 ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ ചെറുതാണ്, വലുതിപ്പോൾ ഇത് വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത് വരുന്ന കുറച്ച് വലുതാണ് അനന്തസുബ്രഹ്മണ്യം വരുന്നു. ഉടനെ കർണാടക സ്വദേശി, ഹൈദരാബാദ് സ്വദേശി നാഗേഷ് വരുന്നു. കർണാടക സ്വദേശി രമേഷ് വരുന്നു. ഇപ്പോഴും കൽപേഷ് എവിടെ നിൽക്കുന്നു? പിന്നെ മുരാരി ബാബു എവിടെയുണ്ട്? മുരാരി ബാബു NSS എന്നൊക്കെ രാജിവെച്ചു കേട്ടോ, നായർ സൊസൈറ്റിയുടെ സ്ഥാനത്തു നിന്നൊക്കെ രാജിവെച്ചു. പക്ഷേ ഈ മുരാരി ബാബു അവിടെ നിൽക്കുന്നു. ദേവസ്വം ബോർഡിൽ നടപടിയെടുത്തിട്ടുണ്ട് മുരാരി ബാബുവിനെതിരെ. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സ്വർണത്തിൻ്റെ അടുത്ത കഥയാണ് നല്ല രസകരമായ കാര്യം. എന്നിട്ട് പിന്നെ ഇപ്പോൾ വേറെ രസകരം ഒരു നല്ലൊരു കാര്യം കൗതുകമുള്ളൊരു കാര്യം പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അദ്ദേഹത്തിന് ഇതിനകത്ത് പൈസയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ? ശബരിമല അയ്യപ്പൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടി ഒന്നും അല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പണം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആരോ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ പണം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതങ്ങ് തിരിച്ചു കൊടുത്തേക്കുക. പാവപ്പെട്ടവൻ ഇതെല്ലാം അടിച്ചു മാറ്റി തന്ന് പിന്നെ ബാംഗ്ലൂരിലെ ശ്രീറാം അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവിടുത്തെ വ്യവസായികളെ വിളിച്ചു വരുത്തി, അവരിൽ നിന്ന് പൈസ പിരിച്ചു. എന്തൊക്കെയാണ് പാവപ്പെട്ടവൻ ചെയ്തത്? എന്നിട്ട് പാവപ്പെട്ടവൻ 5 പൈസയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പോ അത് സങ്കടകരമാണ്. സ്വാമിയെ ശരണമയ്യപ്പ, അത് കൊടുക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് എനിക്ക് സ്വർണ്ണമൊന്നും കിട്ടിയിട്ടില്ല, അയ്യോ ഞാൻ പാവമാണേ എന്നാണ് പറയുന്നത്. അത് പോരാ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണം. ഈ വലയിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അനന്തസുബ്രഹ്മണ്യമോ രമേഷോ നാഗേഷോ കൊണ്ട് മാത്രം ഈ വിഷയങ്ങൾ തീരില്ല. ഇനിയും ഒരുപാട് സ്രാവുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ സ്രാവുകളെ ഒന്നൊന്നായി പിടിക്കണം. അതിൽ പൊളിറ്റിക്കൽ സ്രാവുകളുണ്ടോ? ഉണ്ടെന്ന് നമുക്ക് അഭിപ്രായമില്ല. കാര്യം പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നവരെ ഈ പറഞ്ഞ ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് അതിശാക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഉദ്യോഗസ്ഥരിൽ പോയിട്ടുണ്ടോ? പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ ഇതിൽ പങ്കുണ്ടോ? അതിപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനായാലും പിന്നെ അതുപോലെ തന്നെ മെമ്പർമാരായിട്ടുള്ള ആളുകളുണ്ട്. പുനലൂർ മധുവിനെ പോലുള്ള ആളുകളുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് ഉണ്ട്, N വാസു ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പത്മകുമാറുണ്ട്. പത്മകുമാർ ഇരുന്നപ്പോഴാണ് ഈ സ്ത്രീകളെ കയറ്റിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വലിയ വിഷയങ്ങൾ വന്നിട്ടുള്ളത്. ഇതിനിടയിൽ മറ്റൊരു വിഷയം കൂടെ വന്നിട്ടുണ്ട്. അത് വളരെ രസകരമായി ചെയ്യേണ്ട മറ്റൊരു വീഡിയോ ആണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയി ചെയ്യാം. എന്തായാലും ശബരിമലയിലെ ഈ സ്വർണം കട്ടുകൊണ്ട് പോയതിൻ്റെ ഡൈവേർഷനിലേക്ക് കേസ് ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് വൈവിധ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലുള്ള ഉണ്ണികൃഷ്ണൻ, ഹൈദരാബാദിലുള്ള നാഗേഷ്, അതുപോലെ സ്മാർട്ട് ക്രിയേഷൻ മദ്രാസ്, ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ്, പിന്നെ കർണാടകത്തിലെ രമേഷ്. അങ്ങനെ 4 സംസ്ഥാനങ്ങൾ, ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് ആളുകൾ കൂടുതൽ വരുന്ന 4 സംസ്ഥാനങ്ങൾ. ഈ തെക്കേ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളെയും ദക്ഷിണ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലെയും കള്ളന്മാർ കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് അയ്യപ്പൻ്റെ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയത്. പിന്നെ ദേവസ്വം ബോർഡിലുള്ള കാട്ടുകള്ളന്മാരും കൂടി. അപ്പോൾ കുറേ കാട്ടുകള്ളന്മാരും വെളിയിലുള്ള കള്ളന്മാരും എല്ലാം കൂടെ വന്നാണ് ഈ അയ്യൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ വാജീവാഹിനി തന്ത്രിയുടെ കയ്യിലിരിക്കും, തന്ത്രി തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. വാജീവാഹിനി തന്ത്രിയുടെ വീട്ടിൽ വച്ചിരുന്ന മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ വെച്ചതെന്ന് പറയുന്നു. അതിനിപ്പോൾ ആറന്മുള കൊണ്ടുവയ്ക്കുമെന്ന് പറയാൻ, കാരണം ആറന്മുളയാണ് ഈ ആഭരണങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. ശബരിമല സുരക്ഷിതമല്ലാത്തത് കൊണ്ട്, കാട്ടിനകത്തൊക്കെ ആയതുകൊണ്ട് ഇപ്പം സുരക്ഷിതമാണ്. പണ്ട് കാലത്താണ് ഈ സുരക്ഷിതത്വ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പലവട്ടം അവിടെ മോഷണവും പിന്നെ തീവെട്ടിക്കൊള്ളയും തീവെപ്പൊക്കെ നടന്നത് കൊണ്ട് ഈ ആഭരണങ്ങളെല്ലാം കൂടി പിന്നെ അയ്യപ്പന് മണികണ്ഠന് അണിയാനുള്ള ആഭരണങ്ങളെല്ലാം കൂടി തിരുവാഭരണ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. തിരിച്ചുകൊണ്ട് വെക്കുകയും ചെയ്യും, അവിടുത്തെ ലോക്കറിൽ വെക്കുകയും ചെയ്യും. പിന്നെ ഒരു നല്ല സന്തോഷമുള്ള വാർത്ത വരുന്നത്,
കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ക്ഷേത്രങ്ങളെ ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഡിജി ലോക്കറും ഒക്കെ വരാൻ പോകുന്നു. അങ്ങനെ ഡിജി ലോക്കറും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളെയും അങ്ങനെ ഡിജിറ്റൽ ലോക്കർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അവിടുത്തെ ഭണ്ഡാരം തുറന്നാലോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ മൊബൈൽ ആപ്പ് വഴിയും വാട്സപ്പ് വഴിയും സോഫ്റ്റ്വെയർ വഴിയും ഒക്കെ കൃത്യമായി സെൻട്രലൈസ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ ലോക്കറുകളും ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം അടിച്ചോണ്ട് പോയി എന്ന് മാത്രമല്ല, അതിപ്പോൾ കണ്ടുപിടിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ്റെ 4-5 സുഹൃത്തുക്കളിലോ, അത് നാഗേഷ് ആകട്ടെ, രമേശ് ആകട്ടെ, കൽപേഷ് ആകട്ടെ, ഒരു 4-5 സുഹൃത്തുക്കളിലോ മാത്രമായി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ തന്നെ നമുക്ക് മുഖവിലയ്ക്കെടുക്കണം. അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. പിടിച്ച ഉടൻ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഉടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ഒറ്റ കൊടുത്തതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ചെറിയ മീനാണ്, വലിയ മീനുകളുണ്ട്. അപ്പോൾ ഏതാണ് ഈ വലിയ മീനുകൾ? അതിൽ ഇടത്തരം മീഡിയം മീൻ ഏതാണ്? ലാർജ് ഏതാണ്? ഏറ്റവും ബെഡായിട്ടുള്ള മത്സ്യം ആരാണ് ആളുകൾ? അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണോ, ബ്യൂറോക്രാറ്റിക് ടീമാണോ, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് വളരെ കൃത്യമായി സമൂഹത്തിനും ഭക്തജനവിഭാഗത്തിനും ഹിന്ദു സമാജത്തിനുമൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അത് വരുമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമലയുടെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോഴാണ് അടുത്തൊരു കേസ് കെട്ട് കയറി വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാനയെക്കുറിച്ചുള്ള കേസ് കെട്ട് വന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലുള്ളതൊക്കെ വന്നു. ഇതെല്ലാം വന്നു. അടുത്തൊരു ദേവസ്വം കൂടി ഇത് വെട്ടിൽ വീണിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തെക്കുറിച്ചുള്ള ചില കഥകളും ഇതിൻ്റെ കൂടെ അനുബന്ധമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രജിസ്റ്ററിൽ സ്വർണത്തിൻ്റെ പൊരുത്തക്കേടുണ്ട് എന്നാണ് നമ്മുടെ ഓഡിറ്റുകാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ക്ഷേത്രമാകുമ്പോൾ അതിനകത്ത് റെക്കോർഡുകൾ ഓഡിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ 2019-20 കാലയളവിൽ ഇതെല്ലാം ഈ അടുത്ത വർഷങ്ങളിലാണ്. നല്ല തമാശയാണ്. എനിക്ക് തോന്നുന്നത് ഈ 19-20 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ദൈവങ്ങളുടെ ഒരു ദോഷകാലമാണ്, ശനികാലമാണെന്ന് തോന്നുന്നു. തമ്പുരാന്മാർക്കും ദൈവങ്ങൾക്കൊന്നും ഒരു നിവർത്തിയില്ലാത്ത രീതിയിൽ കാട്ടുകള്ളന്മാർ എല്ലാ ദേവസ്വത്തിലും അമ്പലങ്ങളിലും കയറിപ്പറ്റിയെന്നാണ് തോന്നുന്നത്. 19-20 കാലത്തെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ആഭ്യന്തര നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെയും സ്വർണത്തിൽ പൊരുത്തക്കേട്, സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തിയ രജിസ്റ്ററിൽ ധാരാളം പൊരുത്തക്കേടുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഓഡിറ്റുകാർ. പക്ഷേ അതേസമയം KV മോഹൻദാസ് മുൻ ചെയർമാൻ ദേവസ്വം ബോർഡ് പറയുന്നത് 2019, 20, 21 കാലയളവിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ മാത്രമാണ് പുറത്തു വന്നത്. ഈ കാര്യങ്ങൾ പരിശോധിക്കാനാകും. അതാത് വർഷം ഓഡിറ്റ് നടത്തിയിരുന്നെങ്കിൽ അതാത് വർഷം തന്നെ പരിശോധിക്കാൻ പറ്റുമായിരുന്നു. ഇത് അതാത് വർഷം ഓഡിറ്റ് നടത്താതെ 4-5 വർഷം കഴിഞ്ഞ് ഓഡിറ്റ് ചെയ്യുമ്പോൾ പഴയ കഥ പറയുമ്പോൾ അത് പിന്നെ പരിശോധിച്ചെടുത്തുകൊണ്ട് വരിക. കാര്യം പിന്നെ പാല് പുളിച്ച് മോരിൻ്റെ പുളിയും പോയി, എല്ലാം പോയതിന് ശേഷം പിന്നെ ആരെങ്കിലുമൊക്കെ കുടിച്ച് അവരുടെ വയറ്റിൽ പോയി അത് ദഹിച്ചു പോയി, പിന്നെ പുതിയ രൂപത്തിലായി പാല്. അതിനുശേഷം പിന്നെ പശുവിൻ്റെ പാലിൻ്റെ കണക്കെത്ര എന്ന് ചോദിച്ചുകൊണ്ട് വന്നാൽ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്, ഇത് ഇപ്പോൾ പഴയ ഒരു കാര്യം ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നാൽ എങ്ങനെയാണ്? പക്ഷേ അതാത് വർഷങ്ങളിൽ ഓഡിറ്റ് നടത്തിയിരുന്നെങ്കിൽ കൃത്യമായി നമുക്ക് കള്ളത്തരന്മാരെ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ വിഷയം അതല്ല. 1.19 ഗ്രാം കിലോഗ്രാമാണ്. 1.19 കിലോഗ്രാമാണ്, 1000 ഗ്രാമാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൽ അങ്ങനെ മോഷണം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കുറവുണ്ടായിരിക്കുന്നു. സ്വർണ്ണാഭരണത്തിന് പകരം വെള്ളി ആഭരണം നൽകി കണക്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. 6.25 കിലോഗ്രാം വെള്ളിപ്പാത്രത്തിന് പകരം 750 ഗ്രാം ഭാരമുള്ള മറ്റൊന്ന് കിലോയ്ക്ക് 100 രൂപ വിലയുള്ള 17 ചാക്ക് മഞ്ചാടിക്കുരു നഷ്ടമാട്ടു. അപ്പോൾ ചുരുക്കത്തിൽ ഗുരുവായൂരപ്പനെയും രക്ഷയില്ല, ഗുരുവായൂരിലും കോടിക്കണക്കിന് രൂപ സ്വത്ത് വരുന്നു. അത് അടിച്ചു മാറ്റാനും അവിടെ അടിച്ചുമാറ്റൽ തസ്കര സംഘമുണ്ട്. ശബരിമലയിൽ തസ്കര സംഘമുണ്ട്, അവർ സ്ഥിരമായുണ്ട്. ഇപ്പോഴിതാ ഗുരുവായൂരും കേൾക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രങ്ങളിലൊക്കെ ഈ തസ്കര സംഘം അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ കയറിയിരിക്കുന്നത് ദേവസ്വം ബോർഡിനകത്തൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വാർത്ത.